ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടുതൽ ഇൻട്രോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. എനിക്കുണ്ടായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ ഞാൻ ആലോചിച്ച് വീഡിയോ എടുക്കണോ വേണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കുക, കുറച്ച് പേരെങ്കിലും ഒന്ന് മക്കളെ ശ്രദ്ധിച്ചോളും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റയിൽ ഒരു സുഹൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെക്കൻ, ഫോട്ടോ വെളിപ്പെടുത്തുന്നില്ല, കാരണം എന്നോട് അത്രയ്ക്കും അയാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളല്ല, കൊച്ചു പയ്യന ഗൈസ്. അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കാണിക്കരുത്, എൻ്റെ ഭാവി കളയരുത്, അങ്ങനെയൊക്കെ ഒക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്നാൽ പോലെ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മെസ്സേജ് അയച്ചു. ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരു ചാറ്റിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എല്ലാവരും മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. അത് വേറെ കാര്യം. ഞാൻ നോക്കിയിട്ട് എല്ലാവരും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മെസ്സേജൊക്കെ വായിച്ചു നോക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ചാറ്റിൽ നിൽക്കാറില്ല. അങ്ങനെ ഒരു ദിവസം റിക്വസ്റ്റിൽ പോയി നോക്കിയ സമയത്താണ് ഈ ചെക്കൻ്റെ ഒരു മെസ്സേജ് കണ്ടത്. അത് ഫസ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒരു ഹായ് ചേച്ചി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഈ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ പയ്യനെ ഫീൽ ചെയ്തു. ചെറിയ പയ്യനല്ല. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളെ ഇഷ്ടമായിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ഹായ് അയക്കുന്നല്ലേ വെച്ചിട്ട് വെറുതെ തലയിട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഞാനും ഒരു ഹായ് അയച്ചു. ഒരു ഹായ് ഫുൾ ചാറ്റ് ഞാനിവിടെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഹായ് അയച്ചു. അപ്പോൾ എന്നോട് എവിടെയാണ് സ്ഥലം ചോദിച്ചു. അപ്പം ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു എന്നെ ഫോളോ ചെയ്യുമോ ചേച്ചിന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് പൂച്ചെന്നെ തിട്ടോട്ടു. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവന് 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ അയച്ചെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ കൊടുക്കാം. ചേച്ചിയെ എനിക്ക് ക്രഷ് അടിച്ചു, ചേച്ചി പൊളിയ. ഇതൊക്കെ ഇന്നലെ ഞാൻ കാണുന്ന മെസ്സേജാണ് കേട്ടോ. ഇന്നലെ ഞാൻ അയച്ചു തോന്നുന്നു. പിന്നെ അയക്കാണ്, ഒരു കസിൻ്റെ സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയുക കേട്ടോ, ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിക്കണം, ഇത് ഐ തിങ്ക് 6 or 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്തായാലും ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല അവൻ്റെ. ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ അവൻ്റെ ഹൈലൈറ്റിലൊക്കെ നോക്കി, സ്കൂളും മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടുന്ന ഹൈലൈറ്റ്, ഫാമിലിയുടെ കൂടെ എല്ലാം ഹൈലൈറ്റ് ആയിട്ട് അവൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് കസിൻ്റെ സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയാമോ കേട്ടോ, ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ മെസ്സേജ് അയച്ചു, ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ. ഓക്കെ, ഇനിയാണ് വരുന്നത്. ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ന്യൂഡ് ഫോട്ടോ അയക്കി. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരി ആയിപ്പോയി. പിന്നെ അവൻ്റെ കുറച്ച് ഇമോജിയും, നമുക്ക് മറ്റേ മഴ പറയുന്നില്ല. ഇപ്പം ഞാൻ ഓക്കെ, ഞാനെല്ലാം കൂടെ കൊടുക്കാം, നിങ്ങൾ കണ്ടോളൂ. കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് പറയാൻ പറ്റണില്ല. സോ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ന്യൂഡ് ഫോട്ടോ അയക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്, അത്ര പോകുന്ന ആ കുഞ്ഞു ചെക്കനാണ് ഈ പറയുന്നത് ന്യൂഡ് ഫോട്ടോ അയക്കാൻ. അത്ര പോകുന്ന ചെക്കന് ഇപ്പം എന്നോട് പെട്ടെന്നൊരു ഹായ് ഹലോ എന്ന് അയച്ചിട്ട് ചേച്ചി ന്യൂഡ് ഫോട്ടോ അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ മുൻപ് എന്തായാലും ഉറപ്പ്, അതിന് ഒരു സംശയമില്ല, എന്തായാലും ഇതുപോലെ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവണം. ഓക്കെ, അല്ലാതെ ഇവന് പെട്ടെന്ന് ഇത്ര ധൈര്യം വരില്ല. ഈ ന്യൂഡ് ഫോട്ടോസ് ചോദിക്കാൻ വേണ്ടി ഇത്ര ധൈര്യം അവന് വരില്ല. അതെന്തായാലും ഉറപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര കുഞ്ഞു പയ്യനാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ എനിക്കിവിടെ കൊടുക്കണമെന്നുണ്ട്. പിന്നെ എന്നോട് അത്രയ്ക്കും കെഞ്ചിയിട്ടാണ് ഞാൻ ഫോട്ടോ കൊടുക്കാതൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതൊന്നുമല്ല, ഇനിയും വരുന്നുണ്ട്. പ്ലീസ് ചേച്ചി, വേറെ ഒന്നിനും അല്ല, ഓന് കാണാൻ മാത്രം, വേറെ ഒന്നിനും അല്ല, ഓന് കുറച്ച് നേരം എൻ്റെ ന്യൂഡ് ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ടു നിൽക്കാൻ, അത്രയേ ഉള്ളൂ. ക്രഷ് അടിച്ചു പോയി പറയുന്നേക്ക്. പ്ലീസ് ചേച്ചി, വേറെ ഒന്നിനും അല്ല, എനിക്ക് മാത്രം കാണാൻ, ചേച്ചിയെ കണ്ടപ്പരേ, കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും കിട്ടുന്നില്ല, കണ്ടപ്പരേ ക്രഷ് അടിച്ചു, വേറൊന്നും വിചാരിക്കരുത്, ചേച്ചിയുടെ ലൈനാണ് വിചാരിച്ച്, ചേച്ചിയുടെ ഡാഷ് ഞാൻ പറയുന്നില്ല, ഡാഷ് അയക്കുമ്പോൾ പ്ലീസ് ചേച്ചി, അവൻ എൻ്റെ ലൈനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കണം. ഓക്കെ ചേച്ചി, വേറെ ഒന്നും ചെയ്യരുത് പ്ലീസ്, ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ, എൻ്റെ സബ്സ്ക്രൈബറാണെന്ന് വെച്ചിട്ട് എന്നിട്ട് ഞാൻ നന്നാക്കിയിട്ടൊരു വോയിസ് അയച്ചു കൊടുത്തു. ഇത്രയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വിളിക്കാറില്ല, അതുകൊണ്ട് അവന് ഒന്നും കേൾക്കേണ്ടി വരില്ല. പിന്നെ വേറൊന്നിനും അല്ല, എനിക്ക് മാത്രം മതി. എന്നിട്ട് അവൻ എന്നെ വിളിക്കുക, എന്നെ കുറേ കോൾ ചെയ്തു.
കുറേ കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ തവണ കോൾ ചെയ്ത് സോറി ചേച്ചി അറിയാതെ പ്ലീസ് ഒന്നും ചെയ്യരുത് ദൈവത്തെ ഓർത്ത്. കാരണം ഞാൻ ഈ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ഞാനിതെന്തായാലും വീഡിയോ എടുത്ത് ഇടുകയാണ്, നിൻ്റെ ഭാവിയും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ നോക്കണില്ല, എന്തായാലും ഞാൻ വീഡിയോ എടുത്തിടുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വോയിസ് അയച്ചു. ആ വോയിസ് അയച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ പേടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇത്രയും ചോദിക്കാൻ ധൈര്യമുള്ളവനിപ്പം എൻ്റെ ആ വോയിസ് കേട്ടിട്ട് പേടിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് വേറെ കാര്യം. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവൻ എന്നെ ഫുൾ സോറി ഓക്കെ. എന്നിട്ട് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്. പ്ലീസ് ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത് ചേച്ചി, കഷ്ടം കിട്ടും ചേച്ചി, പ്ലീസ് ചേച്ചി, വീട്ടുകാരെ ഓർത്തിട്ട് ഞാൻ അവനെ വിടണം, വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ പറയണം. ഓക്കെ, ഞാൻ അവൻ്റെ വീട്ടുകാരെ ഓർത്തിട്ട് എന്താ ഓക്കെ. ഞാനെന്തിനാ അവൻ്റെ വീട്ടുകാരെ ആലോചിക്കണം ഗൈസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര പോകുന്ന കുഞ്ഞു പയ്യനാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അവൻ്റെ റേഞ്ച് അവൻ്റെ ഒരു ലെവൽ ഇവിടെ എത്തിയെന്ന് നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവൻ്റെ വീട്ടിൽ ഞാൻ അവൻ്റെ ഹൈലൈറ്റ് നോക്കിയ സമയത്ത് അവൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, ഒരു സിസ്റ്റർ, പിന്നെ ഇവന്, വേറെ ആരും ഹൈലൈറ്റ് ഞാൻ കണ്ടില്ല, ഇവരാണുള്ളത്. ആ സിസ്റ്ററൊക്കെ അവനെ വിശ്വസിച്ചിട്ട് എങ്ങനെ ആ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പം തന്നെ അവൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഏത് ലെവലിൽ എത്തുമ്പോൾ എൻ്റെ ദൈവമേ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ കുറേ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ മെസ്സേജ് അയക്കണം, പ്ലീസ് ചേച്ചി സോറി, ഞാൻ ഒന്നിനും വരത്തില്ല, എനിക്ക് മനസ്സിലായി തെറ്റ്, ഞാനിത് ആവർത്തിക്കില്ല, സോറി, ഞാൻ അറിയാതാണ് ചേച്ചി പറഞ്ഞു തന്ന, മനസ്സിലായി, ഇനി മേലെ ഞാൻ ഒന്നും അയക്കില്ല ചേച്ചി പ്ലീസ്. പിന്നത്തെ മെയിൻ ഡയലോഗ് വരുന്നുണ്ട്. മെയിൻ ഡയലോഗ് എന്താ പറയുക, ഞാനൊരു കൊച്ചാണ് മനസ്സിലായി, ഞാനൊരു കൊച്ചാണ് മനസ്സിലായി, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അയച്ചതാണ്, ഇനി മേലാ ഞാൻ അയക്കില്ല ആർക്കും, ദൈവം സെൻറ്റിമെൻറ്റ്സ് ഇറക്കാണ്, എൻ്റെ ഉമ്മി പാവമാണ്, അറ്റാക്ക് വന്നിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൈ പിടിച്ചു പറയാം, വീഡിയോ ഇടരുത് ചേച്ചി, ഒരു വട്ടം ക്ഷമിച്ചൂടെ, ഹൃദയത്തിൽ ഒരിടത്തെങ്കിലും നന്മ കാണൂ, അതുകൊണ്ട് പറയുക, ക്ഷമിക്കണം, ദൈവത്തെ ഓർത്ത് ചേച്ചിയുടെ വീട്ടിലും കാണും അനിയനും അനിയത്തിയും, അവരെ പോലെ എന്നെയും കണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് അവൻ അറിയാതെ എന്ത് കണ്ടു എന്നെയും അതുപോലെ കാണുന്നു, അങ്ങനെ എന്തോ ആണ്, ഒന്നാലോചിച്ച് അവൻ അറിയാതെ ഇട്ടതാ, കൊച്ചു ചെറുക്കൻ വിട്ടേക്കണം, അവൻ്റെ ഉമ്മ എങ്ങനെ സഹിക്കും എന്നെങ്കിലും ഓർത്ത് പ്ലീസ്. ഇത് വേറെ ആരോ അയച്ച മെസ്സേജാണ്. ഇതിൻ്റെ ബാക്കിൽ വേറെ ആരോ കളിക്കുന്നതാ. എനിക്ക് ഈ ചെക്കൻ്റെ പേര് അതുപോലെ പ്രൊഫൈല് വെളിപ്പെടുത്താൻ നല്ല പോലെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതെൻ്റെ ഔദാര്യമായിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ഓക്കെ, അതെനിക്ക് എൻ്റെ അടുത്ത് പിക്കും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇടാം. ഓക്കെ, എനിക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് ഇനിയും ഇടാം. ഓക്കെ, അപ്പം അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടെ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പിക്ക് ഇടാം. ഓക്കെ, ഇപ്പം ഞാൻ നിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും തന്നെ കാണിക്കാത്തത് ഞാൻ നിൻ്റെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലാതെ നീ അയ്യോ എൻ്റെ ഭാവി കളയരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നിൻ്റെ വാക്കിൽ വീണിട്ടല്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് നിൻ്റെ ഫോട്ടോ ഞാൻ വെളിപ്പെടുത്താത്തത്. ഇതെൻ്റെ ഔദാര്യമായിട്ട് നീ കണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഇൻസ്റ്റഗ്രാമുള്ളത് അവൻ്റെ ഉമ്മ പോലും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇൻസ്റ്റ ഉള്ളത് അവൻ മേ ബി അവൻ്റെ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ ഇത്ര ധൈര്യമായിട്ട് അവന് ഉമ്മാൻ്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനൊരു വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു മെസ്സേജ് അയക്കാൻ ഒരു ചാൻസും ഇല്ല. പേരൻസിനോടാണ് പറയാനുള്ളത്. ഞാൻ അത്ര വലിയ ആളായിട്ടൊന്നുമല്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കൾ എന്താണ് നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ റീൽസ് കണ്ടോട്ടെ, റീൽസ് ചെയ്തോട്ടെ. എത്രയോ കുട്ടികൾ ഈ പ്രായത്തിൽ റീൽസ് ചെയ്ത് ഹിറ്റാവുന്നുണ്ട്. ചെയ്തോട്ടെ, കണ്ടോട്ടെ. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് തിരക്കുക. കാരണം നിങ്ങളുടെ മക്കളാണ്. അവർ ഏത് രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നത്, എങ്ങനെയാണ് അവരുടെ മെസ്സേജും കാര്യങ്ങളും പോകുന്നത്, അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഈ പ്രായത്തിൽ അവർക്ക് എന്തായാലും അങ്ങനെ പേരൻസ് ഫോൺ സ്വന്തക്ക് കൊടുക്കേണ്ട പ്രായമൊന്നും അല്ല ഇത്. ഓക്കെ, ഇത് ചില ആൾക്കാർക്ക് ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അത് വേറെ കാര്യം. എന്തായാലും നിങ്ങൾ
അവർ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് മക്കൾ ഫോണിൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് അവൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആ സുഹൈൽ എന്ന് പറഞ്ഞ ചെക്കൻ്റെ വീട്ടുകാരുടെ അവസ്ഥയും അവൻ്റെ അവസ്ഥയും കട്ടപ്പൊക്കെയാണ്. കാരണം ഈ പ്രായത്തിൽ അവന് ഇത്തരത്തിലാണ് അവൻ്റെ മൈൻഡ് പോകുന്നതെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് അവൻ്റെ ഭാവി എന്താവോ എന്നുണ്ട്. അപ്പം നിങ്ങളുടെ മക്കൾ ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സുഹൈലൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മേലാൽ ഇനി ചെയ്യാതിരിക്കാം. നിനക്ക് എന്താണ് ഈ പ്രായത്തിൽ നിനക്ക് ഇത്രയ്ക്ക് മുട്ടാൻ? നീ അതൊന്ന് പറഞ്ഞ് നീ വളർന്ന് വരുന്നേ ഉള്ളൂ. നീ മുട്ടയെന്ന് സത്യം പറഞ്ഞ നീ വിരിഞ്ഞില്ല. ഓക്കെ, സത്യം പറഞ്ഞ നീ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. ഈ പ്രായത്തിൽ തന്നെ നിനക്ക് എങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൈലെ, ഒന്ന് ജസ്റ്റ് നീ തന്നെ ഒന്ന് ആലോചിച്ചു. ആ ചേച്ചിനോട് ഞാനിങ്ങനെ പറഞ്ഞത് ശരിക്കും തെറ്റല്ലേന്ന് നീ ഒന്ന് ആലോചിച്ചു. തെറ്റൊക്കെ അവൻ സമ്മതിച്ചിട്ടുണ്ട്. തെറ്റവൻ സമ്മതിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോടൊന്ന് പറഞ്ഞിട്ടാണ് തെറ്റവൻ സമ്മതിച്ചെന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ അവനിതിപ്പോൾ മേബി തെറ്റായിട്ടൊന്നും തോന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ മേലാൽക്ക് ഈ പരിപാടി ചെയ്യരുത് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്. മെയിനായിട്ട് നമ്മുടെ പേരൻസ്, നമ്മളിപ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ബ്രദേഴ്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ചിലപ്പോൾ പ്രൊഫൈലൊന്നും കാണിക്കാതെ എല്ലാവരും റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാവരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടാവും റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഭാവി തന്നെയാണ് പോവുക, അത് വേറെ കാര്യം. അതുകൊണ്ട് ഈ പരിപാടിക്ക് നിൽക്കാതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.